അസ്സലാമു അലൈക്കും അയ്യുഹത്തുല്ലാബ് മർഹബൻ ബിക്കും ഇലാ കനാത്തി. പ്രിയ കുട്ടികളെ, 4ാം ക്ലാസ്സിലെ 3ാമത്തെ യൂണിറ്റിലെ 3ാമത്തെ ചാപ്റ്റർ ആണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഇസ്മുദ്ദർസ്. പാഠത്തിന്റെ പേരെന്താണ്? അത്തഅത്തുഫു, സഹാനുഭൂതി എന്നാണ് ചാപ്റ്ററിന്റെ നെയിം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കവിതയാണ് പഠിച്ചത്. നിങ്ങൾ പല ട്യൂണുകളിലായിട്ട് കവിത ചൊല്ലി പഠിച്ചിട്ടുണ്ടാവും. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അത്തഅത്തുഫു, സഹാനുഭൂതി എന്നാണ് ചാപ്റ്ററിന്റെ നെയിം. പേജ് നമ്പർ 60. ഇസ്മുദ്ദർസ്. പാഠത്തിന്റെ പേര് അത്തഅത്തുഫു, സഹാനുഭൂതി. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഇജ്തമഅ അഅ്ളാഉൽ ഉസ്റതി ഫീ വാജിഹത്തിൽ ബൈത്തി നകശു അൻ മർവാന ഹുവ ഇബ്നു അമ്മി മുർഷിദിൻ ഹസല മർവാനു അലാ ഫുർസത്തിൻ ലിദ്ദിറാസത്തിൽ ഉൽയ ഫീ ദൽഹി വലാകിൻ ലൈസ ലദൈഹി മാലുൻ കാഫിൻ ഫഖററു അലാ മുസാഅദതിഹി ഫഖാമ മുർഷിദുൻ വഖാല. നമുക്ക് അർത്ഥം നോക്കാം. നമ്മൾ പഠിച്ചു വന്നത് മുർഷിദ് എന്ന കുട്ടിയുടെ വീട്ടിലെ കുടുംബ സംഗമം സംഘടിപ്പിച്ചു. ഫാമിലി മെമ്പേഴ്സ് ഒക്കെ അതിൽ പങ്കെടുത്തു. വന്നവരെല്ലാവരും തന്നെ ഇജ്തമഅ, ഒരുമിച്ചു കൂടി, അഅ്ളാഉൽ ഉസ്റതി, ഫാമിലി മെമ്പേഴ്സുകളെല്ലാം തന്നെ, ഫീ വാജിഹത്തിൽ ബൈത്തി, വീടിന്റെ സിറ്റ് ഔട്ടിലായിട്ട് എല്ലാവരും ഒരുമിച്ചു കൂടി. മുർഷിദിന്റെ വീട്ടിൽ വന്ന എല്ലാ ഫാമിലി മെമ്പേഴ്സും സിറ്റ് ഔട്ടിൽ ഒരുമിച്ചു കൂടി. നകശു, അവർ ചർച്ച ചെയ്തു. അൻ മർവാന, മർവാനെ കുറിച്ചാണ് അവർ ചർച്ച ചെയ്യുന്നത്. മൻ, മർവാൻ ആരാണ്? ഹുവ, അവൻ, ഇബ്നു അമ്മി മുർഷിദിൻ, മുർഷിദിന്റെ അമ്മിന്റെ മകനാണ്. ഉപ്പയുടെ ബ്രദറിന്റെ, സഹോദരന്റെ മകനാണ് മർവാന്. ഹസല മർവാനു, മർവാന് ലഭിച്ചു. അല ഫുർസത്തിൻ, അവസരം ലഭിച്ചിട്ടുണ്ട്. ലിദ്ദിറാസത്തിൽ ഉൽയ, ഉന്നത പഠനത്തിന്. ഫി ദൽഹി, ഡൽഹിയിലെ ഉന്നത പഠനത്തിനുള്ള ഒരു അവസരം മർവാന് ലഭിച്ചിട്ടുണ്ട്. വലാകിൻ, എന്നാൽ, ലൈസ ലദൈഹി, അവന്റെ അടുക്കലില്ല, മാലുൻ കാഫിൻ, മാലുൻ സമ്പത്ത്, ധനമില്ല, കാഫിൻ മതിയായ, ഈ ഉന്നത പഠനത്തിന് ആവശ്യമായ കാശ് മർവാന്റെ കയ്യിലില്ല. ഫഖററു, അപ്പോൾ അവർ തീരുമാനിച്ചു. അലാ മുസാഅദതിഹി, അവനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആ കുടുംബാംഗങ്ങളൊക്കെ തീരുമാനിച്ചു. ഫഖാമ, അപ്പോൾ എഴുന്നേറ്റു നിന്നു. മുർഷിദുൻ, മുർഷിദ് എഴുന്നേറ്റു നിന്നു. വഖാല, അവൻ പറയുകയും ചെയ്തു. മുർഷിദ് പറയുകയാണ്, ദഊനി അഖൂലു, ദഊനി, എന്നെ വിടു, അഖൂലു, ഞാൻ പറയാം. അൽ അബു, ഉപ്പ പറയുകയാണ്. കുൽ യാ ബുനയ്യ, മോനെ, കുൽ, നീ പറയേ. യാ ബുനയ്യ, പൊന്നു മോനെ, നിനക്ക് എന്താണ് പറയാനുള്ളത്? മുർഷിദ് പറയുകയാണ്, സ്വദീഖി, എന്റെ ഫ്രണ്ട് ബൈജു, എന്റെ ഫ്രണ്ട് ബൈജു, ഫി മുഷ്കിലത്തിൻ, ഒരു പ്രശ്നത്തിലാണ്. അൽ ജദ്ദു, വല്ലിപ്പ പറയുകയാണ്. മാഹിയ, അതെന്ത് പ്രശ്നാണ്, എന്താണത്? മുർഷിദ് പറയുകയാണ്, ഇൻഹദമ, തകർന്നു, സഖ്ഫു, മേൽക്കൂര, ബൈത്തിഹി, അവന്റെ വീടിന്റെ, ബൈജുവിന്റെ വീടിന്റെ മേൽക്കൂര തകർന്നു വീണിരിക്കുകയാണ്. അൽ ഹാലത്തു, അത് കേട്ടിട്ട് ഹാലത്ത്, ഉമ്മയുടെ സിസ്റ്റർ പറയുകയാണ്. കൈഫ, എങ്ങനെയാണ്? യാ മുർഷിദു, ഏ മുർഷിദേ, എങ്ങനെയാണ്, എന്താണ് സംഭവിച്ചത്? മുർഷിദ് പറയുകയാണ്, ഹബ്ബത്തി റീഹു, ഹബ്ബത്തി, അടിച്ചു വീശി, അരീഹു, കാറ്റ്, അശ്ശദീദത്തു, ശക്തമായിട്ട് കാറ്റ് അടിച്ചു വീശി. ഫസഖത്തത്ത്, അപ്പോൾ വീണു. ഷജറത്തുൻ, ഒരു മരം. അലാ ബൈത്തിഹി, അവന്റെ വീടിന്റെ മുകളിലേക്ക്. അൽഹാലു,
അമ്മാവൻ പറയുകയാണ്, മത്ത എപ്പോഴാണ് യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ അതെപ്പോഴാണ് സംഭവിച്ചത്? മുർഷിദ് പറയുകയാണ്, കബല യൗമൈനി 2 ദിവസങ്ങൾക്ക് മുൻപ്. അൽ ഉമ്മു ഉമ്മ ചോദിക്കുകയാണ്, ഐന ബൈത്തുഹു, ഐന എവിടെയാണ്, ബൈത്തുഹു അവന്റെ വീട്. മുർഷിദ് പറയാണ്, ഫിൽ ഖറിയത്തി ഗ്രാമത്തിലാണ്, അൽ മുജാവിറത്തി തൊട്ടടുത്ത ഗ്രാമത്തിലാണ് അവന്റെ വീടുള്ളത്. അൽ ജദ്ദു വല്ലിപ്പ പറയുകയാണ്, ഇതൻ എങ്കിൽ നുജദ്ദിദു നമുക്ക് പുതുക്കി കൊടുക്കാം, ബൈത്തഹു അവന്റെ വീടിനെ നമുക്ക് പുതുക്കാം, വനുസായിദു നമുക്ക് സഹായിക്കുകയും ചെയ്യാം, മർവാനെ. അൽ ജമീഉ അപ്പോ എല്ലാവരും അത് കേട്ടിട്ട് പറയുകയാണ്, ഐവ അതെ, ഫിക്രത്തുൻ റാഇഅത്തുൻ, ഫിക്രത്തുൻ തോട്ടാണ്, ചിന്ത, റാഇഅത്തുൻ വളരെ നല്ല മനോഹരമായ ചിന്തയാണ് അത്. ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. നുകെവ്വിനു നമുക്ക് ഉണ്ടാക്കാം, അൽ അസ്ഇലത ചോദ്യങ്ങളെ നമുക്ക് ഉണ്ടാക്കണം. ഇവിടെ ആൻസേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്, അവക്ക് അനുയോജ്യമായ ചോദ്യങ്ങൾ ഉണ്ടാക്കണം. ക്വസ്റ്റ്യൻ വേർഡ്സുകൾ താഴെ കൊടുത്തിട്ടുണ്ട്. മാത എന്ത്, ഐന എവിടെ, മത എപ്പോൾ, കൈഫ എങ്ങനെ, മൻ ആര്. ഇവ ഏതാണോ ക്വസ്റ്റ്യൻ വേർഡ് ഈ ഉത്തരങ്ങൾക്ക് യോജിച്ചു വരുന്നത് അത് വെച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കണം. ഫസ്റ്റ് നോക്കൂ, മുർഷിദുൻ, മുർഷിദ് സ്വദീഖു ബൈജു, ബൈജുവിന്റെ ഫ്രണ്ടാണ്, സ്വദീഖാണ് മുർഷിദ്. മുർഷിദ് സ്വദീഖു ബൈജു, ബൈജുവിന്റെ ഫ്രണ്ടാണ് മുർഷിദ്. ഇവിടെ ചോദ്യം ചോദിക്കണം, ഉത്തരമാണ് കൊടുത്തിരിക്കുന്നത്, ആരാണ് ബൈജുവിന്റെ ഫ്രണ്ട്? അതിന്റെ ഉത്തരമാണ് ബൈജുവിന്റെ ഫ്രണ്ടാണ് മുർഷിദ്. അപ്പൊ നമുക്ക് ആര് എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് ചേർത്ത് കൊടുക്കണം. മൻ ആരാണ്, സ്വദീഖു ബൈജു ബൈജുവിന്റെ ഫ്രണ്ട്. അടുത്തത് നോക്കൂ, ഉത്തരം കൊടുത്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻ ഉണ്ടാക്കണം. ബൈത്തു ബൈജു, ബൈജുവിന്റെ വീട്, ഫിൽ ഖറിയത്തി ഗ്രാമത്തിലാണ് ബൈജുവിന്റെ വീട്. അപ്പൊ ചോദ്യം എന്താവും ചോദിച്ചിട്ടുണ്ടായിരിക്കുക, ബൈജുവിന്റെ വീട് എവിടെയാണ് എന്ന് ചോദിക്കണം. ക്വസ്റ്റ്യൻ വേർഡിൽ ഐന എവിടെ എന്ന് പറയാൻ ഐന എന്നാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഐന ബൈത്തു ബൈജു, ബൈജുവിന്റെ വീട് എവിടെയാണ്. അടുത്തത് നോക്കൂ, സഖത്വത്ത് വീണു, ഷജറത്തുൻ ഒരു മരം, അല ബൈത്തി ബൈജു ബൈജുവിന്റെ വീടിന്റെ മുകളിലായിട്ട് ഒരു മരം വീണു. അപ്പൊ എന്താവും ചോദ്യം ചോദിച്ചിട്ടുണ്ടാവുക, എങ്ങനെയാണ് ബൈജുവിന്റെ വീട് തകർന്നത്, മേൽക്കൂരൊക്കെ തകർന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടാവണം. അപ്പോഴാണ് അതിന്റെ ഉത്തരമായിട്ട് വീട് തകർന്നത് മരം വീണിട്ടാണ് എന്ന് വരിക. അപ്പോൾ എങ്ങനെ എന്ന അറബിയിൽ ചോദിക്കാൻ കൈഫ എന്നാണ് വരിക. കൈഫ എങ്ങനെയാണ്, ഇൻഹദമ തകർന്നത്, സഖ്ഫു മേൽക്കൂര, ബൈത്തി ബൈജു ബൈജുവിന്റെ വീടിന്റെ മേൽക്കൂര തകർന്നത് എങ്ങനെയാണ്, അതിന്റെ ആൻസർ ആണ് സഖത്വത്ത് വീണു, ഷജറത്തുൻ മരം, അല ബൈത്തി ബൈജു ബൈജുവിന്റെ വീടിന്റെ മുകളിലായിട്ട് മരം വീണു. അടുത്ത പ്രവർത്തനം നോക്കാം. പേജ് നമ്പർ 62. ബഅദത്തജ്ദീദി പുതുക്കിയതിന് ശേഷം, വീട് പണി പൂർത്തീകരിച്ചതിന് ശേഷം, പുതുക്കി പണിതതിന് ശേഷം, സാറ മുർഷിദുൻ മുർഷിദ് സന്ദർശിച്ചു, ബൈത്ത ബൈജു ബൈജുവിന്റെ വീട്, മഅഅളാഇ ഉസ്രതിഹി അവന്റെ ഫാമിലി മെമ്പേഴ്സിനോടൊപ്പം ബൈജുവിന്റെ വീട് സന്ദർശിച്ചു, മുർഷിദ് സന്ദർശിച്ചു. ഇവിടെ പിക്ചറിൽ കാണാം നമുക്ക് ആരൊക്കെയാണ് കാണുന്നത്. ഇവിടെ നല്ല ബൈത്തുൻ ജദീദ്, ബൈജുവിന്റെ നല്ല ഭംഗിയുള്ള ഒരു വീട് കാണുന്നുണ്ട്. അതിന്റെ ഫ്രണ്ടിലായിട്ട് അവന്റെ ബൈജുവിന്റെ അമ്മയെ കാണാം. അതുപോലെ തന്നെ മുർഷിദും മുർഷിദിന്റെ സിസ്റ്ററും മുർഷിദിന്റെ ജദ്ദും മുർഷിദിന്റെ ഉപ്പയെയും നമുക്ക് കാണാം. ഇവിടെ നിങ്ങൾക്കുള്ള പ്രവർത്തനം സെന്റൻസിൽ കുറച്ചേ കൊടുത്തിട്ടുള്ളൂ, ബാക്കിയുള്ളത് നിങ്ങൾ അവിടെ എഴുതണം. എന്തൊക്കെയാണ് ഈ
ചിത്രത്തിൽ കാണുന്നത് എന്ന്. ഹാദ ബൈത്തു ബൈജു, ഇത് ബൈജുവിന്റെ വീടാണ്. ഹാദ ബൈത്തുൻ ജദീദുൻ, ഇത് പുതിയ വീടാണ്. അമാമൽ ബൈത്തി, വീടിന്റെ മുന്നിലായിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കണം. വീടിന്റെ മുന്നിൽ നമുക്ക് ആരൊക്കെയാണ് കാണുന്നത്? ബൈജു വ ഉമ്മുഹു, ബൈജുവിനെയും അവന്റെ ഉമ്മയെയും കാണാം. അതുപോലെ തന്നെ വയക്കിഫു, നിൽക്കുന്നുണ്ട്. മുർഷിദും നിൽക്കുന്നുണ്ട്. മഅൽ അബി, ഉപ്പയോടൊപ്പം. വൽ ജദ്ദി, അവന്റെ വല്ലിപ്പയും ഉപ്പയുടെയും. വൽ ഉഖ്തി, അവന്റെ സഹോദരിയുടെയും കൂടെയാണ് നിൽക്കുന്നത്. അമാമ ബൈത്തി ബൈജു, ബൈജുവിന്റെ വീടിന്റെ ഫ്രണ്ടിലായിട്ട്. ഇതുപോലെ നിങ്ങൾ സെന്റൻസുകൾ ഉണ്ടാക്കാൻ പഠിക്കണം, എക്സാമിന് വരുന്നതാണ്. ഇതോടുകൂടി നമ്മുടെ 3ാമത്തെ യൂണിറ്റ് അവസാനിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മൾ പഠിച്ചു വന്നത് മുർഷിദിന്റെ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ചേർന്നിട്ട് ബൈജുവിന്റെ വീട് പുതുക്കി പണിതു. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ വേർഡ്സുകൾ യോജിച്ചത് ചേർത്ത് കൊടുക്കാൻ പഠിച്ചു. ഈ പാഠത്തിലെ നിങ്ങൾക്ക് അറിയാത്ത വേർഡുകളുടെ അർത്ഥങ്ങൾ നിങ്ങൾ അർത്ഥസഹിതം പഠിക്കണം. പാഠം അർത്ഥം വെച്ച് വായിക്കാൻ പഠിക്കണം. ഈ 3ാമത്തെ യൂണിറ്റ് നന്നായി പഠിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബാക്കി അസ്സഫുൽ ഖാദിം മഅസ്സലാമ. ശുക്രൻ ലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.